ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 15-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 14-ാം അധ്യായത്തിൽ ത്വക്ക് രോഗമുള്ളവൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചും അതിനുള്ളതായ പാപപരിഹാര അല്ലെങ്കിൽ ശുദ്ധീകരണ ബലികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വായിച്ചത്. 15-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് സ്രവമുണ്ടായാൽ, അത് പുരുഷനിലായെങ്കിലും സ്ത്രീയിലായാലും അങ്ങനെ സംഭവിച്ചാൽ അവൻ അശുദ്ധനാകുന്നുവെന്നും അതിനുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ എങ്ങനെ ചെയ്യണമെന്നുമാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. ഒരു മനുഷ്യനിൽ ഏതെങ്കിലും രീതിയിൽ സെമൺ ജാക്കുലേഷൻ അഥവാ ശുക്ലസ്രവം സംഭവിച്ചാൽ അവൻ അശുദ്ധനാകുന്നു. അവനെ തൊടുന്നവരും അവൻ തൊടുന്നവരും ഒക്കെ അശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. അവനെ 7 ദിവസത്തോളം ഒഴുക്കുള്ള വെള്ളത്തിൽ അവൻ കുളിക്കണം. അതിനുശേഷം പ്രാവിനെയോ ചെങ്ങാലിയോ കൊണ്ടുവരണം. പാപപരിഹാര ബലിയും ദഹന ബലിയും അവൻ അർപ്പിക്കണം. ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ വളരെ വിശദമായി ഇവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യനുണ്ടാകുന്നതായ എല്ലാ സ്രവങ്ങളും അവനെ അശുദ്ധനാക്കുന്നു എന്നുള്ള ഒരു ചിന്ത. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവേഷൻ പീരീഡ് ആരംഭിച്ചാൽ 7 ദിവസത്തോളം അവൾ അശുദ്ധയാണ്. അവളെ തൊടുന്നവരും അവൾ തൊടുന്നവരും അവളിരിക്കുന്നിടവും കിടക്കുന്നിടവും ഒക്കെ അശുദ്ധമായിക്കൊണ്ടിരിക്കും. പിന്നെ 7 ദിവസത്തോളം ശുദ്ധീകരണ പ്രക്രിയകൾ അവൾ ചെയ്യണം. 8-ാം ദിവസം ആ പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെങ്ങാലിയോ പ്രാവൻ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരണം. പാപപരിഹാര ബലിയും ദഹന ബലിയും ഒക്കെ അർപ്പിക്കണമെന്നാണ് പറയുക. ഒരുവൻ മറ്റൊരുവൻ്റെ മേൽ തുപ്പിയാൽ ആ തുപ്പലേറ്റാൽ പോലും അവൻ അശുദ്ധനാവുകയും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്യുകയും വേണം. ഇപ്പം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ സ്രവങ്ങളും മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്നും അത് ആരോഗ്യപരമായി നമ്മളെ അത് രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടാവാം. എന്നാൽ അവൻ പാപപരിഹാര ബലി നടത്തണമെങ്കിൽ അവനിൽ പാപം സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ. ശുദ്ധീകരണത്തിനും പാപപരിഹാര ബലിയൊക്കെയാണ് ഇവിടെ ഇത് നിർദ്ദേശിക്കുക. പുതിയ നിയമത്തിൽ ഇതുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിനുള്ള സ്രവം അല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്. കാരണം അതിനേക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും മുഖാന്തരം നമ്മൾ അശുദ്ധമാകും. അങ്ങനെ അശുദ്ധനാകുന്നവൻ മറ്റുള്ളവരുടെ സമീപത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ദുഷിപ്പിക്കുമെങ്കിൽ, അവർക്ക് നീരസമുണ്ടാക്കുമെങ്കിൽ, അവർക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിൽ ഞാൻ അവിടുന്ന് മാറി നിൽക്കണം. ഞാനിത് പറയാൻ പാടില്ല. എൻ്റെ ചിന്തകൾ പോലും മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നുവെങ്കിൽ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ അവിടെ പാപം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യപ്പെട്ടതെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമുക്കും ശുദ്ധീകരണം ആവശ്യമാണ്. അതിനാണ് നമ്മുടെ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ നമ്മൾ നടത്തുന്നത്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ വീണ്ടും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മാനുഷിക ബലഹീനതയാലോ സാഹചര്യ സമ്മർദ്ദങ്ങളാലോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ പോലും നമ്മൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 വിശുദ്ധിയിലായിരിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്. ലേവ്യ പുസ്തകത്തിൻ്റെ ആ പ്രമേയം നമുക്കറിയാം. ദൈവം വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം ശരീരത്തിൻ്റെ പുറത്താണ് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ കൂടുതൽ പരാമർശങ്ങളുള്ളത്. പുതിയ നിയമത്തിലെല്ലാം മനസ്സിൻ്റെ ഉള്ളിലെ ആ ചിന്തകളും ആ ആലോചനകളുമാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ കർത്താവ് പഠിപ്പിക്കാൻ കാരണമായിട്ട് തീർന്നത്. അപ്പോൾ ശാരീരികമായ വിശുദ്ധി നമ്മുടെ ആരോഗ്യത്തിന് നമുക്കേറെ ഇത് ഗുണകരമാണ്. ആന്തരിക വിശുദ്ധി ആത്മാവിന് ഏറെ ആരോഗ്യകരവും ഏറെ ഗുണകരവുമാണ്. അപ്രകാരം ജീവിതം നയിക്കുവാൻ വേദപുസ്തകത്തിൻ്റെ വായനകളും ചിന്തകളും പ്രവൃത്തികളും നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ആ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.